ഒരു ചോദ്യം നമ്മളെപ്പോഴും ഇങ്ങനെ ആകുലപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം ഉണ്ടോ? ഒരുപക്ഷെ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു കഥ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ജീവിത കഥ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കഥയിൽ ഒരു കുടുംബമാണുള്ളത്. കെവിൻ എന്നും ക്രിസ്റ്റി എന്ന് പറയുന്ന ദമ്പതികൾ. അവർക്ക് 3 മക്കളാണ്, 3 പെൺകുഞ്ഞുങ്ങളാണ്. അത് രണ്ടാമത്തെ പെൺകുട്ടിയാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം. അവളുടെ പേര് ആൻ എന്നാണ്. അന്ന ബെല്ലെ എന്ന് അവർ സ്നേഹത്തോടു കൂടി വിളിക്കും. ആൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മരം കയറിപ്പെടുന്ന നമ്മൾ ചിലർ വിളിക്കൂല, ആ കാറ്റഗറി പെടുന്ന പെൺകുട്ടിയാണ്. ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ദൈവവിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ ഉലച്ച ഒരു സംഭവം താമസിക്കാതെ സംഭവിച്ചു. നമ്മുടെ ആനിന് ഇടയ്ക്ക് വയറുവേദന വരുമായിരുന്നു. ഒരു സമയത്ത് ഇവർ കാര്യമായിട്ട് ഛർദ്ദിക്കുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ആസിഡ് ഇഷ്യൂസ് ആണ്. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും കടുത്ത ഛർദ്ദി. മറ്റൊരു ഡോക്ടറെ കാണിക്കുന്നു. അവർ പറയുന്നത് ഗ്യാസിൻ്റെ എന്ത് ഇഷ്യൂസ് ആണെന്നാണ്. പിന്നീട് ഒരിക്കൽ രാത്രി കൊച്ചിൻ്റെ വയറ് ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നു. ശക്തമായിട്ട് വയറുവേദന എന്ന് പറഞ്ഞ കൊച്ചു ആഞ്ഞ് കരയുന്നു. ഞാനിപ്പോൾ മരിക്കും അമ്മയെന്ന് പറഞ്ഞ് കരയുന്നു. ഇവർ പേടിച്ചിട്ട് ഒരു കൂട്ടുകാരിയെ വിളിക്കുകയാണ്. ഒന്ന് വീട്ടിലേക്ക് വരും, ഞങ്ങൾക്ക് മകളെയും കൊണ്ട് ആശുപത്രിക്ക് പോകണം, ബാക്കി 2 കുട്ടികളൂടെയാണ്, നിങ്ങളൊന്നും ഇവിടെ നിൽക്കോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി ഓടി പറഞ്ഞ് വണ്ടി എടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ മറ്റു 2 കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇവിടെ കൊണ്ട് ആശുപത്രി പോകുന്നു പറയുന്നു. ആശുപത്രിയിൽ ചെല്ലുന്നു. അപ്പോഴും ഡോക്ടർ നോക്കിയിട്ട് പറയുന്നത് ഇതെന്തോ ഗ്യാസിൻ്റെ എന്ത് ഇഷ്യൂസ് ആണെന്നാണ് പറയുന്നത്. ഈ ലേഡി അമ്മ അലറിയാണ്. ഞാൻ എത്രയോ ഡോക്ടേഴ്സിനെ കാണിക്കുന്നു, എല്ലാവരും അതാണ് ഇതാണെന്ന് പറഞ്ഞു. എൻ്റെ മകൾക്ക് സീരിയസ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആളെ വിളിക്കുന്ന പറഞ്ഞ് ഇവർ അലമുറ ഇടുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് വന്ന് ശക്തമായൊരു പരിശോധന നടത്തുന്നു. അപ്പോഴാണ് ഒരു ഡിഫറൻറ്റ് വളരെ യുണീക്കായിട്ടുള്ള ഒരു രോഗമാണ് ഈ കുട്ടിക്ക്. സ്യൂഡോ ഒബ്സ്ട്രക്റ്റീവ് മോട്ടിലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖം. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കില്ല, അതുകൊണ്ടാണ് ഈ വയറ് വലുതായി വരുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് മൂക്കിലൂടെ ഒരു ട്യൂബ് ഇടുന്നു. ഭക്ഷണം ഇനി അരച്ച് ട്യൂബിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ കഴിക്കുന്ന ഭക്ഷണം ചെറുതായിട്ട് ദഹിപ്പിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടി താമസിക്കാതെ മരിക്കും എന്നാണ് ഇവർക്ക് കൊടുക്കുന്ന മറുപടി ഡോക്ടർ. വേറൊരു വഴിയുമില്ലെന്ന് അമ്മ കരഞ്ഞു ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അടുത്ത ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സാമുവൽ നുർക്കോ എന്നാണ് അയാളുടെ പേര്. അത് അമേരിക്കയിലെ ഏറ്റവും മിടുക്കനായ ഡോക്ടറാണ്. അദ്ദേഹത്തെ കാണി തന്നെ 5 മാസം 8 മാസം മുമ്പ് അപ്പോയിൻമെന്റ് എടുക്കണം. മനപ്പുറം പറയാതെ ഇറ്റ്സ് എ മിറക്കിൾ. ആഫ്രിക്കൻ വുമൺ അവസാനം സിസ്റ്റത്തിൽ എന്തോ തെറ്റ് പറ്റിയെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അവിടെ തെറ്റ് പറ്റിയതല്ല. ടിക്കറ്റ് കൊടുക്കുന്ന ആൾ ഈ ഇളയ മകൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, നമ്മുടെ ആൻ മരിച്ചു പോകും. അത് കേട്ടപ്പോൾ എന്തോ ഒരു സങ്കടം കൊണ്ട് ഇയാൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് ആ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ്. പിന്നെ ആ ഡോക്ടർ ഈ ലേഡി പറയുന്നു, ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയാണ്. എൻ്റെ മകൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഉത്തരവില്ല. ദൈവമുണ്ടോ? ദൈവം നിങ്ങളെ കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദൈവത്തെ കണ്ടെത്തട്ടെ.